കേരളത്തിൽ അതിഭയങ്കരമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറഞ്ഞ് ഉത്തരേന്ത്യൻ ചാനലായ NDTV ഒരു സർവേ ഫലവുമായി രംഗത്ത് വന്നു. പകുതിയിലധികം ആളുകളും ഇടതു ഭരണത്തിൽ അസംതൃപ്തരാണ് എന്നാണ് അവരുടെ കണ്ടുപിടുത്തം. പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയനേക്കാൾ പിന്തുണ ലഭിച്ചത് VD സതീശനാണത്രേ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 22% പേരുടെ പിന്തുണയും VD സതീശനാണെന്നാണ് സർവേയിൽ പങ്കെടുത്തവർ പറയുന്നത് അത്രേ. പിണറായി വിജയനെ പിന്തുണച്ചത് 18% പേരും. നമ്മുടെ മലയാളം മാധ്യമങ്ങൾ ഈ NDTV സർവേ നന്നായിട്ട് ആഘോഷിച്ചു. പക്ഷേ ഇതൊരു കൗശലം ഒളിപ്പിച്ചു വെച്ച സർവേയാണ്. ഇടതുപക്ഷത്തെ താറടിച്ചു കാട്ടാനും VD സതീശനെ ഉയർത്തി കാട്ടാനുമുള്ള തന്ത്രം. വാർത്ത കണ്ട നമ്മൾ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി ആരാകണമെന്ന ചോദ്യത്തിന് ഇടതുപക്ഷത്ത് നിന്ന് 2 നേതാക്കളുടെ പേരാണ് NDTV മുന്നോട്ട് വെച്ചത്. ഒന്ന്, നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും 2, മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയും. പിണറായി വിജയനെ 18% പിന്തുണയ്ക്കുമ്പോൾ 17% പേർ KK ശൈലജ മുഖ്യമന്ത്രിയാകണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇടതുപക്ഷത്തു നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രിയാകണമെന്ന് സർവേയിൽ പങ്കെടുത്ത 35% പേരും പറയുന്നു. ഇനി കോൺഗ്രസിലേക്ക് വരാം. അവിടെയും 2 പേരുകൾ NDTV മുന്നോട്ട് വെക്കുന്നുണ്ട്. VD സതീശനെ കൂടാതെ ശശി തരൂരാണ് ആ രണ്ടാമൻ. സതീശന് 22% വോട്ട് കിട്ടിയപ്പോൾ തരൂരിന് ലഭിച്ചത് 10% വോട്ട് മാത്രം. ആകെ കൂട്ടിയാൽ ഒരു UDF മുഖ്യമന്ത്രി വേണമെന്ന് ആഗ്രഹിക്കുന്നത് 32% പേർ. ചുരുക്കത്തിൽ ഇടതു ഭരണം തുടരണമെന്ന് സർവേയിൽ പങ്കെടുത്ത 35% പേരും പറയുമ്പോൾ 32% പേരുടെ പിന്തുണയാണ് UDFിനുള്ളത്. ഇനി എങ്ങനെയാണ് VD സതീശന് പിണറായി വിജയനേക്കാൾ കൂടുതൽ പിന്തുണ കിട്ടിയതെന്ന് നോക്കാം. ഇടതുപക്ഷത്ത് നിന്ന് സർവേക്കാർ മുന്നോട്ട് വെച്ച പേരുകൾ ഏതൊക്കെയാണ്? പിണറായി വിജയനും KK ശൈലജയും. 2 പേരും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായുള്ളവർ. ആരോഗ്യമന്ത്രിയായിരുന്നപ്പോഴത്തെ പ്രകടനം KK ശൈലജയെ മുഖ്യമന്ത്രിയോളം തന്നെ പ്രിയങ്കരിയാക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ 2 ഓപ്ഷനുകൾ കാണുമ്പോൾ ജനത്തിന്റെ അഭിപ്രായം തുല്യനിലയിൽ വീതിച്ചു പോകും. ഇനി കോൺഗ്രസിലേക്ക് വരാം. സർവേ മുന്നോട്ട് വെച്ചത് സതീശന്റെയും തരൂരിന്റെയും പേരുകൾ. സതീശൻ പ്രതിപക്ഷ നേതാവും തരൂർ കേരള രാഷ്ട്രീയത്തിൽ അത്ര സജീവമല്ലാത്ത ആളും. ഇവരിൽ ആരെയാകും UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കുന്നത്? സ്വാഭാവികമായും VD സതീശനെ തന്നെ. അതുകൊണ്ട് സതീശന് 22% പേരുടെ പിന്തുണയും തരൂരിന് അതിന്റെ പകുതിയിൽ താഴെ മാത്രം പേരുടെ പിന്തുണയും ലഭിച്ചു. ആത്യന്തികമായി ഈ സർവേ ഫലം കേരളത്തിൽ ഇടതുഭരണം തുടരുമെന്നതിന്റെ സൂചനയാണ്.